നമസ്കാരം. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ സെക്രട്ടറിയായി ചുമതലയേറ്റ് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് വി ഡി സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന വിമർശനത്തിന് കുറവ് വന്നിട്ടില്ല. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവധി ദിനമായിട്ട് കൂടി രത്തൻ കേൽക്കർ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതിൽ വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നിരുന്നു. കേൽക്കറുടെ നിയമനം ബംഗാളിലേതിന് സമാനമാണെന്നാണ് CPM ആരോപിക്കുന്നത്. UDFിനെ ജയിപ്പിച്ചതിനുള്ള ഉപകാരമായിട്ടാണ് ഈ സ്ഥാനം നൽകിയതെന്നും നേതാക്കൾ ആരോപിക്കുന്നു. എന്തുകൊണ്ടാണ് ബംഗാളിന്റെ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഈ നിയമനത്തിൽ സർക്കാരിനെ പ്രതിപക്ഷം ആക്രമിക്കുന്നത്? എന്താണ് ബംഗാളിലെ അവസ്ഥ? CPMന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? എന്താണ് യാഥാർത്ഥ്യം? പരിശോധിക്കാം. 20 പേരെയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ളത്. സെക്രട്ടറി പദവിയിലേക്ക് മുഖ്യമന്ത്രി തന്നെയാണ് രത്തൻ കേൽക്കറിന്റെ പേര് നിർദ്ദേശിച്ചത്. 1976 മഹാരാഷ്ട്രയിൽ ജനിച്ച രത്തൻ കേൽക്കർ പിന്നീട് കർണാടകയിലാണ് വളർന്നത്. 1995-2000 കാലയളവിൽ അദ്ദേഹം MBBS ബിരുദവും നേടി. എന്നാൽ പിന്നീട് സിവിൽ സർവീസിനോടുള്ള താല്പര്യം കാരണം 2003 അദ്ദേഹം സിവിൽ സർവീസിൽ പ്രവേശിച്ചു. 2005-2008 കാലയളവിൽ ഇടുക്കിയിലെ ദേവികുളം സബ് കളക്ടറായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. 2012 കണ്ണൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ അദ്ദേഹം 2013 സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. 2016 മുതൽ 2019 വരെയുള്ള കാലയളവിൽ കർണാടകയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറായും SST ഡയറക്ടറായും ഡെപ്യൂട്ടേഷനിൽ ജോലി നോക്കി. സ്പെഷ്യൽ സെക്രട്ടറി, പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ, സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള IT വകുപ്പിന്റെ സെക്രട്ടറിയായും നിയമിതനായി. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രമുഖ വികസന പദ്ധതികളുടെ വേദിയിലും അദ്ദേഹം വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായി ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുമായി വളരെ നല്ല ബന്ധമാണ് രത്തൻ പുലർത്തിയിരുന്നത്. തീർത്തും പ്രായോഗികമായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. 2024 ഡിസംബർ 4 മുതൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു രത്തൻ കേൽക്കർ. കേൽക്കറിന്റെ നേതൃത്വത്തിലാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്റെ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് കുമാർ അഗർവാളിനെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുകയായിരുന്നു. 1990 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ മനോജ് കുമാർ അഗർവാളിന്റെ ഈ നിയമനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ വിമർശനത്തിനിടയാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ SIR പ്രക്രിയ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ സഹായകരമായി എന്ന് ആരോപിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഈ വിമർശനം. ബംഗാളിൽ SIR നടപടികൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് മനോജ് അഗർവാളാണ്. SIRനെ തുടർന്ന് 91 ലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം നഷ്ടമായിരുന്നു. നിലവിൽ ബംഗാൾ കേഡറിലെ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് മനോജ് അഗർവാൾ. നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനെന്ന് BJP വിശേഷിപ്പിച്ചയാളാണ് മനോജ് അഗർവാൾ. നിഷ്പക്ഷന് തക്ക പ്രതിഫലം കിട്ടിയെന്നായിരുന്നു പിന്നീട് തൃണമൂൽ ഇതിനെ പരിഹസിച്ചത്. ബംഗാളിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈ സെക്രട്ടറിയായിരുന്ന മനോജ് അഗർവാൾ 2018 പൊതുവിതരണ സംവിധാനത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് FIR ഫയൽ ചെയ്ത് ശ്രദ്ധേയനായിരുന്നു. 1990 ബാച്ച് ഉദ്യോഗസ്ഥനായ മനോജ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ പേഴ്സണൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് മനോജ് അറിയപ്പെടുന്നത്. 2009 CBI രജിസ്റ്റർ ചെയ്ത അവിഹിത സ്വത്ത് സമ്പാദന കേസിൽ മനോജ് അഗർവാളിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും 2015 കേസ് കോടതി തള്ളിയിരുന്നു. ഈ നിയമനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കൊള്ള എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതായിരിക്കും പ്രതിഫലം എന്നായിരുന്നു രാഹുലിന്റെ മനോജ് അഗർവാളിന്റെ നിയമനത്തിന്റെ പേരിലുണ്ടായിരുന്ന വിമർശനം. രാഹുലിന് പിന്നാലെ തൃണമൂലും മറ്റ് ഇടത് പാർട്ടികളും ഈ ആരോപണം ഏറ്റുപിടിച്ചു. UDF സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതാണ് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ നിയമനമെന്നാണ് CPM ആരോപിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസറെ BJP സർക്കാർ ചീഫ് സെക്രട്ടറിയാക്കിയപ്പോൾ മോഷ്ടിച്ചതിനുള്ള പ്രതിഫലമെന്ന് വിമർശിച്ച രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇവിടെയും ബാധകമല്ലേ എന്ന് BJPയും ചോദിക്കുന്നു. എന്നാൽ ഉയർന്ന പ്രവർത്തന മികവുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയാണെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ മറുപടി. മുൻ ഇടതുപക്ഷ സർക്കാരാണ് രത്തൻ കേൽക്കറുടെ പേര് പാനലിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ ടാക്സ്, പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിചയസമ്പന്നനായ കേൽക്കറുടെ നിയമനം തികച്ചും സ്വാഭാവികമാണെന്നും അദ്ദേഹം പറയുന്നു. ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഈ നിയമനത്തിന് ശക്തമായ പിന്തുണ അറിയിച്ചിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്നാണ്. അത്തരത്തിൽ പിണറായി സർക്കാർ പാനൽ കൊടുത്തതിൽ നിന്നാണ് കേൽക്കറെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തോ അതിനു മുൻപോ കേരളത്തിൽ രത്തൻ കേൽക്കർക്കെതിരെ CPMോ BJPയോ പരാതി ഉന്നയിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ബംഗാളിൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല.
SIR നടപടിയുടെ തുടക്കം മുതൽ തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കേൽക്കറിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന CPM പോലും മുൻപൊരു വിമർശനവും ഉന്നയിച്ചിരുന്നില്ല. മാത്രമല്ല, CPM വിമർശിച്ചിരുന്നത് SIRമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ മാത്രമായിരുന്നു. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ടും വസ്തുതയോടുകൂടിയുള്ള ഒരു ആരോപണവും CPMന് ഉന്നയിക്കാനുമില്ല. എന്നാൽ ആരോപണങ്ങൾക്ക് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ CPM പുതിയ ക്യാപ്സ്യൂളുമായി രംഗത്തുണ്ട്. രത്തൻ കേൽക്കറെ CEO ആയി നിയമിച്ചത് LDF സർക്കാരാണെന്ന സതീഷിന്റെ വാർത്താ സമ്മേളനത്തിലെ വാദം തെറ്റാണെന്നാണ് CPMന്റെ വാദം. 3 IAS ഉദ്യോഗസ്ഥരുടെ പാനലിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് CEO ആയി നിയമിച്ചത്. CEO സഞ്ജയ് കൗൾ 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയപ്പോൾ പ്രണബ് ജ്യോതിനാഥിനായിരുന്നു ചുമതല. ഒപ്പം അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ നാൽക്കോ ചീഫ് വിജിലൻസ് ഓഫീസറുമാക്കി. തുടർന്നാണ് രത്തൻ കേൽക്കറെ കമ്മീഷൻ 2024 ഡിസംബർ 4 നിയമിച്ചത്. 2 വർഷം പോലും ആകും മുൻപ് മുഖ്യമന്ത്രി കേൽക്കറെ സെക്രട്ടറിയാക്കി. ഇങ്ങനെയാണ് CPM വിശദീകരണം. SIR നടപടിയിലൂടെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 9 ലക്ഷത്തോളം പേർ ആണ് പുറത്തായത്. 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 2.78 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. SIR ഹിയറിംഗ് ഉൾപ്പെടെ പൂർത്തിയായി പുറത്തുവിട്ട അന്തിമ പട്ടികയിൽ ആകെ 2,69,50,644 വോട്ടർമാരാണുള്ളത്. ഈ പട്ടിക പുറത്തു വന്നപ്പോഴും CPMന് യാതൊരു പരാതിയുമില്ലായിരുന്നു. രത്തൻ കേൽക്കറെ നിയമിച്ചതിൽ വിമർശനവുമായി BJPയും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനമായിരുന്നു BJPയുടെ ആയുധം. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയാണ് BJP. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് അമിത് മാളവിയയും രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയുടെ കാപട്യം തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്നായിരുന്നു BJPയുടെ വിമർശനം. ബംഗാളിലെ നിയമനത്തെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നിയമനത്തിൽ മിണ്ടാട്ടമില്ലെന്നും BJP പരിഹസിക്കുന്നു. രത്തൻ കേൽക്കറുടേത് സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ മറികടന്നുള്ള നിയമനമെന്നും BJP വക്താവ് വിമർശിച്ചു. പശ്ചിമ ബംഗാളിൽ കടുത്ത വിമർശനം ഉന്നയിച്ച രാഹുൽ ഗാന്ധി സമാനമായ നിയമനം കേരളത്തിൽ നടന്നപ്പോൾ മൗനം പാലിക്കുകയാണ്. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇരട്ടത്താപ്പാണെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. SIR ചുമതലയിലുണ്ടായിട്ടുകൂടി രത്തൻ കേൽക്കറുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ രത്തൻ കേൽക്കറുടെ പേരുണ്ടെങ്കിലും 2002 കേരളത്തിലെ പട്ടികയിലോ കർണാടകയിലെ SIR പട്ടികയിലോ പേരില്ലാത്തതിനാൽ മാപ്പിങ്ങിന് സാധിച്ചിരുന്നില്ല. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചപ്പോൾ ഇക്കാര്യം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം പാസ്പോർട്ടിന്റെ കോപ്പിയും എന്യൂമറേഷൻ ഫോമിനൊപ്പം നൽകിയിരുന്നു. തുടർന്ന് അദ്ദേഹം ഈ വർഷം ജനുവരിയിൽ തിരുവനന്തപുരം കവടിയാർ വില്ലേജ് ഓഫീസിൽ നേരിട്ട് ഹാജരായി ഹിയറിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. 2002 താൻ സർവീസിൽ ഇല്ലായിരുന്നുവെന്നും ആ സമയത്ത് കർണാടകയിലായിരുന്നുവെന്നുമാണ് കേൽക്കർ അന്ന് മാധ്യമപ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. മുൻ ഭരണകാലത്ത് ഇതേ ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്ത ചില വകുപ്പുകളിലെ തീരുമാനങ്ങളെ VD സതീശൻ അന്ന് കഠിനമായി വിമർശിച്ചിരുന്നു. ഇന്ന് അതേ ഓഫീസറെ തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി നിയമിച്ചതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയ ഒത്തുതീർപ്പാണുള്ളതെന്നാണ് CPM ഉൾപ്പെടെ ഉയർത്തുന്ന പ്രധാന ചോദ്യം. സീനിയോറിറ്റി മറികടന്നു എന്നതും മറ്റൊരു ആരോപണം. സിവിൽ സർവീസിലെ മറ്റു പല മുതിർന്ന ഉദ്യോഗസ്ഥരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ കൃത്യമായ ചില അജണ്ടകളുണ്ടെന്നും എതിരാളികൾ ആരോപിക്കുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഭരണപക്ഷം. ഡോക്ടർ രത്തൻ കേൽക്കർ മുൻപ് കണ്ണൂർ കളക്ടറായും മെഡിക്കൽ മിഷൻ ഡയറക്ടറായും തന്റെ ഭരണ നൈപുണ്യം തെളിയിച്ച മികച്ച ഉദ്യോഗസ്ഥനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ഭരണസിരാ കേന്ദ്രത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണെന്നും ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ പ്രീണനവും ഇല്ലെന്ന് KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത് കൊടുങ്കാറ്റായി വീശിയടിക്കുമ്പോഴും ഭരണപരമായ വെല്ലുവിളികളെ നേരിടാനാണ് പുതിയ സെക്രട്ടറിക്ക് മുൻഗണന. പുതിയ സർക്കാരിന്റെ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുക എന്നിവയാണ് രത്തൻ കേൽക്കറെ കാത്തിരിക്കുന്ന പ്രധാന ചുമതലകൾ. ഈ നിയമനം സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമോ അതോ പ്രതിപക്ഷത്തിന് കൂടുതൽ ആരോപണത്തിന് കരുത്തു പകരുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഒരുപക്ഷെ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ മാഞ്ഞു പോയേക്കാമെന്നും പലരും വിലയിരുത്തുന്നു.